ഹലോ, വെൽക്കം ടു അജി കിച്ചൺ. ഇന്ന് ഞാൻ ഒരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ പോവുകയാണേ. അതിന് വേണ്ടിയിട്ട് ഇത് ഒരു 4 കാലുണ്ട്, ഇതുപോലത്തെ 2 കൈയുണ്ട് ഇതുപോലത്തെ, ഉണ്ടോ? അങ്ങനെ 6 പീസുണ്ടേ. നല്ല കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ട് അവിടെ ഇവിടെയൊക്കെ ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ദാണ്ട് ഇതുപോലെ കണ്ടോ. ഇതിന് വേണ്ടിയിട്ട് ദാണ്ടേ ഒരു 1.5 ടേബിൾ സ്പൂൺ കപ്പലണ്ടി, വറുത്ത കപ്പലണ്ടി. ഇത് ഞാനൊന്ന് മിക്സിയിലിട്ട് പൊടിച്ചുകൊണ്ട് വരട്ടെ. നമ്മുടെ ഈ പൊടിച്ച കപ്പലണ്ടി ഇല്ലേ, നല്ലതുപോലെ പൊടിയണേ. ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കേ. ഇതിനകത്ത് ഒരു 1.5 ടേബിൾ സ്പൂൺ, 1.25 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ടേ. ഇനി ഇതിലോട്ട് ഒരു 1.25 ടീസ്പൂൺ തന്നെ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തേ. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തേ. ഇനി ഇതിൽ ഇച്ചിരി ഹെർബ് സീസണിങ് ഇട്ട് കൊടുക്കേ, ശകലം, ഒരു 1/4 ടീസ്പൂൺ. ഇതിനകത്ത് ഇതിനാവശ്യമുള്ള ഉപ്പ് ഇടാം. ഇതിനകത്ത് ഒരു മുട്ട. ഇതെല്ലാം കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കേ. ആ കപ്പലണ്ടി പൊടിച്ചതും ഉപ്പും മുട്ടയും മുളകും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും എല്ലാം കൂടെ നല്ല കുഴക്കണേ, നല്ല മിക്സ് ചെയ്യണം. ഉപ്പ് വെക്കട്ടെ, നല്ല ചെന്ന് അമുക്കി കുഴച്ചാലും കുഴപ്പമില്ല. ഇത് കുഴച്ച് ഉടനെ നമുക്ക് എടുക്കാൻ ഒക്കില്ല. കുറഞ്ഞതൊരു 1/2 മണിക്കൂർ ഇരിക്കട്ടെ. അതേ തോന്നെ ഞാൻ വെക്കുന്നില്ല. നല്ല മിക്സ് ചെയ്യേ. ഓക്കെ, ഇതിവിടെ ഇങ്ങനെ ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട, വെളിയിൽ തന്നെ ഒരു 1/2 മണിക്കൂർ, 1 മണിക്കൂർ അത്രയും മതി. നമുക്കൊന്ന് കവർ ചെയ്തുകൂടെ വെച്ചേക്കാം. ഇതിവിടെ ഇരിക്കട്ടെ, ഒരു 1/2 മണിക്കൂർ വരെ ഇരിക്കട്ടെ. നമ്മുടെ ചിക്കൻ നോക്കേ. ഇപ്പോൾ ഒരു 1/2 മണിക്കൂർ, ഒരു 35 മിനിറ്റ് ആയിട്ടുണ്ട് ഇപ്പം. എല്ലാം നല്ല മിക്സായിട്ട് ഞാൻ നല്ല കുഴച്ചായിരുന്നു വെച്ചിരുന്നത് കേട്ടോ, നല്ലതുപോലെ കുഴച്ചാണ് വെച്ചിരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഇനി അവിടെ ഇരിക്കട്ടെ. ഇനി ഇതിനകത്ത് ഞാൻ 2 കപ്പ് മൈദാമാവ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുത്തേ. ഇതിനകത്തോട്ട് ഒരു 2 ടീസ്പൂൺ പിരിയമുളക് പൊടിയാണേ, അതിട്ട് കൊടുത്ത് ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തേ. ഇനി ഇതിനകത്തോട്ട് ഒരു 1/2 ടീസ്പൂണോളം, 1/2 ടീസ്പൂൺ സീസണിങ് ഇട്ട് കൊടുക്കേ.
ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂണോളം ഗാർലിക് പൗഡർ ഇപ്പോൾ ഇല്ലെങ്കിൽ ഗാർലിക് പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്താൽ മതിയേ. ഗാർലിക് പൗഡർ ഇട്ട് കൊടുക്കാം. ഇതിനകത്ത് കുറച്ച് ഉപ്പ് മതിയേ. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യണേ. നല്ല മിക്സ് ചെയ്യണം. കാര്യം ഉപ്പ് അവിടെ എവിടെയൊക്കെ ആയിട്ടിരിക്കരുത്, എല്ലാം നല്ല മിക്സ് ചെയ്യണം. ഉപ്പും മസാലയും നമ്മളിപ്പോട്ട് ഈ കൊടുത്ത പൗഡറുകളെല്ലാം ഇല്ലേ, ഉപ്പും എല്ലാം കൂടെ നല്ല മാവിൽ എല്ലായിടവും ഒരേപോലെ വരണം. അതുവരെ നല്ല മിക്സ് ചെയ്ത് വെക്കണേ. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഞാൻ കുറച്ച് എണ്ണ, ഇത് റിഫൈൻഡ് ഓയിലാണേ, സ്റ്റൗ കത്തിച്ച് കൊടുക്കേ. എണ്ണ ഒന്ന് ചൂടാവട്ടെ. ഫ്ലെയിം മീഡിയത്തിൽ ഇട്ടിരുന്നാൽ മതി, കൂട്ടണ്ട. ഈ എണ്ണ ചൂടാവുന്ന നേരം കൊണ്ട് നമുക്ക് ചിക്കൻ മാവിൽ മുക്കിയെടുത്ത് ഒന്ന് റെഡിയാക്കി വെക്കേ. കണ്ടോ, നല്ല ഞാൻ കുഴച്ചാണ് വെച്ചിരുന്നത്. കണ്ടോ, ഇത് ഉള്ളിലോട്ടൊക്കെ ഈ അരപ്പൊക്കെ കയറി, കണ്ടോ, മസാല എല്ലാം കയറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് ഓരോ ചിക്കനായിട്ട് ഇതിലോട്ടിടേ. നല്ല അമുക്കി കൊടുക്കണേ. ഓക്കെ, അജി കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുണ്ടേ. ഇതിൻ്റെ അധികം വരുന്ന മാവ് ഒന്ന് തട്ടി ഇങ്ങനെ കുടഞ്ഞിട്ട് ഒരു വലിയ പാത്രം എടുത്തോണേ. ഞാനെടുത്ത പാത്രം ചെറുതായിപ്പോയി. ഇതിങ്ങോട്ട് വെക്കേ. അതുപോലെ ഓരോന്നും എടുക്കാം. അമുക്കി കൊടുത്തോണം. നല്ല വാവട്ടമുള്ളൊരു പാത്രം എടുത്തിട്ട് ഈ മൈദ മാവിട്ട് വെക്കണം, അല്ലെങ്കിൽ ഇതുപോലെ പ്രശ്നം വരും. ഓക്കെ, അധികമുള്ള മാവ് ഇതുപോലെ തന്നെ തട്ടി ഇങ്ങോട്ടിടുക. ഇത് ഇങ്ങോട്ട് വെച്ച് കൊടുക്കുക. അതുപോലെ ഇതെല്ലാം ചെയ്തെടുക്കാം. നമ്മുടെ ലാസ്റ്റ് പീസ് ചിക്കനും എടുത്ത് ഇതിലോട്ടിടാം. നല്ലതുപോലെ മാവ് ഇതിൻ്റെ അകത്തൊക്കെ പിടിക്കത്തക്ക രീതിയിൽ നല്ല പ്രസ് ചെയ്ത് കൊടുക്കണേ, അമുക്കി കൊടുക്കണം. ഒരു തെറ്റ് പറ്റിയത്, ചെറിയ പാത്രമായിപ്പോയി ഞാൻ എടുത്തത്. കുഴപ്പമില്ല. ഞാൻ നമുക്കിയാൽ മതി. ഇത് ഈസി ആയിട്ടുള്ളൊരു പണിയല്ലേ. ഇതധികം വരുന്ന മാവെല്ലാം തട്ടിയിട്ട് നമ്മൾ എണ്ണയും ചൂടായിട്ടുണ്ട്. ഇതിവിടെ വെക്കാൻ ഞാൻ എൻ്റെ കൈയും ഇവിടെ ഒക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ എണ്ണ ചൂടായി കിടക്കുകയായിരുന്നേ. ഇനി ഇതിനകത്തോട്ട് ഈ റെഡിയാക്കി വെച്ചേക്കുന്ന ചിക്കൻ പീസുകൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഒന്ന് തട്ടിയിട്ട് ഇട്ട് കൊടുക്കേ. അതെ, ഒന്ന് റെഡിയാക്കി കിടക്കട്ടെ. തീ കൂടരുത്, മീഡിയവും ഇടണ്ട, മീഡിയത്തിന് തൊട്ട് താഴെ ഇട്ടാൽ മതി. സിമ്പിൾ ആക്കണ്ട, കാര്യം ചിക്കൻ്റെ ഉള്ളു വേവണ്ടേ. അപ്പോൾ ഇങ്ങനെ കിടക്കട്ടെ. അത് മീഡിയം ഇടണ്ടേ,
മീഡിയത്തിന് താഴെ അങ്ങ് സിമ്മിലോട്ടും പോകണ്ട, മീഡിയത്തിൻ്റെ സിമ്മിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കിടന്ന് ഫ്രൈ ആയി കിട്ടട്ടെ. എന്നിട്ട് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ ചിക്കൻ നോക്കേ, ഇതിപ്പം ഒരു 3-4 മിനിറ്റ് ആയേ. ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഓക്കെ, ഒന്നും കരിയത്തൊന്നുമില്ലേ, ചെറിയ തീ, കാര്യം ചിക്കൻ്റെ ഉള്ളിൽ വേവണ്ടേ. അതുപോലെ ഈ സെയിം ടൈം തന്നെ ഇങ്ങനെ കിടക്കട്ടെ, ഒരു 4-5 മിനിറ്റ് കിടക്കട്ടെ. ഞാനിപ്പോൾ തീ കുറച്ച് സിമ്മിലിട്ടേക്കുക. നമ്മൾ ചിക്കൻ ഫ്രൈ റെഡിയായി. നമുക്കിതെടുക്കേ. ഇതുപോലെ അടുത്ത ചിക്കനും ഇട്ട് കൊടുക്കേ. തീ വീണ്ടും ഒന്ന് കൂട്ടാം, മീഡിയത്തിലിടാൻ. തിരിച്ച് ഇട്ട് ഇച്ചിരി ഒന്നായി കഴിയുമ്പോൾ ഒന്ന് വീണ്ടും തീ കുറയ്ക്കുക. മീഡിയത്തിനും സിമ്മിനും ഇടയിൽ വെക്കുക. പിന്നെ തിരിച്ചിട്ടതിന് ശേഷം സിമ്മിൽ തന്നെ കിടക്കണം ഒരു 4-5 മിനിറ്റ്. അപ്പോൾ നല്ല ഉള്ളു വേവും, ചിക്കൻ്റെ ഉള്ളും വേവും, കരിയാതെയൊക്കെ വരെ. അപ്പോൾ ഇതും അതുപോലെ ഒന്ന് റെഡി ആവട്ടെ. നമ്മുടെ ചിക്കൻ്റെ ഇതും തിരിച്ചിട്ട് കൊടുക്കാം. രണ്ടാമത്തെ ട്രിപ്പ് ഞാൻ 6 പീസ് ചിക്കനാണ് എടുത്തേക്കുന്നത്, വലിയ പീസ്. ഇനി തീ സിമ്മിൽ കിടന്ന്, ഇതിപ്പോൾ ഒരു 4-5 മിനിറ്റ് ആയേ. ഇനി തീ സിമ്മിലിട്ട് ഇങ്ങനെ കിടക്കട്ടെ, ഒരു 4-5 ഇതുപോലെ തന്നെ കിടക്കട്ടെ. കാര്യം ഉള്ളും വെന്ത് കിട്ടും. വേണ്ട, ആദ്യം എടുത്ത് കണ്ടതുണ്ട്. നമുക്ക് നമ്മുടെ രണ്ടാമത്തെ സെറ്റ് ചിക്കൻ ഫ്രൈ എടുക്കേ. നല്ല മണം, ഇതൊക്കെ ഭയങ്കര മണം. ഞാൻ ഗ്യാസ് ഓഫാക്കുകയാണ്. ഇതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് വാർന്നിട്ട് ചെറുതായിട്ടൊരു തണുപ്പൊന്ന് മാറിയിട്ട് നമുക്കിത് സെറ്റ് ചെയ്തേക്കെ. ഓക്കെ, നമ്മുടെ ചിക്കനെല്ലാം റെഡി ആയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് മയണൈസ് എടുത്ത് വെച്ചിട്ടുണ്ട്, സോസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നോക്കിയേ എന്ത് ടേസ്റ്റാണെന്ന് അറിയാവോ. നോക്കേ, നല്ല വെന്ത് നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം അടിപൊളി ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് എൻ്റെ ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം.